നമസ്കാരം. ഇപ്പോൾ നമ്മൾ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു റിവിഷൻ ക്ലാസ് ആയിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ഈ മൊഡ്യൂളുകൾ അറിയാമല്ലോ, നമുക്ക് 5 മൊഡ്യൂളാണുള്ളത്. കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പിട്ട് തന്നെ നമുക്ക് അതിനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഔട്ട് ഓഫ് സിലബസ് വെച്ചാൽ നമ്മൾ 3rd സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ വാട്ട് ഈസ് കോഓപ്പറേഷൻ എന്നിട്ട് ചോദിച്ചേക്കാം. അതേപോലെ വാട്ട് ആർ ദ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ചോദിച്ചേക്കാം. സാധാരണഗതിയിൽ കോഓപ്പറേഷൻ എന്താണെന്നും കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണെന്നും, അതേപോലെ ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ICA അങ്ങനെയുള്ള ചോദ്യങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ ഇതിനകത്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ കോഓപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ആണ് ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മളത് പഠിക്കാനെ കൊണ്ടുള്ള എളുപ്പത്തിന് ആ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിനെ 3ആക്കി തിരിക്കുക. അതിൽ ഒന്നാമത്തെ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിനെ കുറിച്ചും, രണ്ടാമത്തെ കോഓപ്പറേറ്റീവ് ഡെമോക്രസിയെക്കുറിച്ചും, മൂന്നാമത്തെ കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്താണ്? കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് നീഡ്, ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ് അത്രയും പഠിക്കുമ്പോൾ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കോഓപ്പറേറ്റീവ് ഡെമോക്രസിയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. കോഓപ്പറേറ്റീവ് ഡെമോക്രസി ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. സാധാരണഗതിയിൽ 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയാണ്. ഈ കോഓപ്പറേറ്റീവ് ഡെമോക്രസിയിലാണ് വൈസ് പ്രസിഡൻറ്റ്, സെക്രട്ടറി, ചീഫ് എക്സിക്യൂട്ടീവ് മുതലായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അതിനകത്ത് നമ്മൾ ആ കോർപ്പറേറ്റ് ഗവേണൻസിലും ആ സംഗതികളൊക്കെ പറയുന്നുണ്ട്. സെക്രട്ടറിയെക്കുറിച്ച്, പ്രസിഡൻറ്റിനെക്കുറിച്ച്, അതേപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ കുറിച്ച്, അഡ്ഹോക് കമ്മിറ്റിയെ കുറിച്ചിട്ട് വെച്ചാൽ പലതരം കമ്മിറ്റികളെക്കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ കമ്മിറ്റികളെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് ഈ കോർപ്പറേറ്റ് ഗവേണൻസ്, കോഓപ്പറേറ്റീവ് ഡെമോക്രസി തുടങ്ങിയ ഏരിയകളിലാണ്. അപ്പോൾ അങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കാൻ. ആ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രസിഡൻറ്റിൻ്റെ ഫംഗ്ഷൻ, സെക്രട്ടറി, ചീഫ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ആളുകളുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചോളണം. ഈ എലമെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസിനകത്താണ് ഇത് വരുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് പില്ലേഴ്സ് ഓഫ് ഗവേണൻസ് എന്ന് പറയും. പില്ലേഴ്സ് ഓഫ് ഗവേണൻസ് കേട്ടോ. പില്ലേഴ്സ് ഓഫ് ഗവേണൻസ് അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്ഫറബിലിറ്റി, അതേപോലെ പ്രെഡിക്റ്റബിലിറ്റി, പാർട്ടിസിപ്പേഷൻ തുടങ്ങിയതാണ് ഈ പില്ലേഴ്സ് ഓഫ് ഗവേണൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. പിന്നെ ഓഡിറ്റ് കമ്മിറ്റി ഏതാണ്, ഓഡിറ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, സബ് കമ്മിറ്റികൾ ഏതൊക്കെയാണ്, കോഡ് ഓഫ് എത്തിക്സ് എന്നാൽ എന്താണ്, അഡ്ഹോക് കമ്മിറ്റി എന്നാൽ എന്താണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ അതെല്ലാം കോർപ്പറേറ്റ് ഗവേണൻസിനകത്താണ്. പ്രസിഡൻറ്റിൻ്റെ ഫംഗ്ഷൻ, സെക്രട്ടറിയുടെ ഫംഗ്ഷൻ, അങ്ങനെയുള്ള സംഗതികളെല്ലാം അതിനകത്താണ്. അങ്ങനെ അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ മൊഡ്യൂളിനെ 3ആക്കി വെക്കുക. കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് നീഡ്, ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്. പിന്നെ പറയുന്നത് കോഓപ്പറേറ്റീവ് ഡെമോക്രസി എന്താണ്, പിന്നെ പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്. അങ്ങനെ 3ആക്കി പഠിച്ച് എഴുതുക. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ ഇഷ്യൂസ് ഇൻ കോഓപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. ഇഷ്യൂസ് ഇൻ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റും ഇതേപോലെ ചെറുതായിട്ട് തിരിക്കുക എന്നുള്ളതാണ്. ഒന്നാമത് നമ്മൾ പറയുന്നത് ഇഷ്യൂസ് ഇൻ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ഏതൊക്കെയാണ് എന്ന് പറയുക. അതേപോലെ അതിൻ്റെ ഡിസ്റ്റിങ്ഷനുണ്ട്. സ്മാൾ സൈസ്ഡ് സൊസൈറ്റി വേഴ്സസ് ലാർജ് സൈസ്ഡ് സൊസൈറ്റി, സിംഗിൾ പർപ്പസ് സൊസൈറ്റി വേഴ്സസ് മൾട്ടി പർപ്പസ് സൊസൈറ്റി, അതേപോലെ മൾട്ടി പർപ്പസ് സൊസൈറ്റി വേഴ്സസ് മൾട്ടി ഫങ്ഷണൽ സൊസൈറ്റി, യൂണിറ്ററി സൊസൈറ്റി വേഴ്സസ് ഫെഡറൽ സൊസൈറ്റി. അങ്ങനെ പല ഡിവിഷൻസ് ആക്കി തിരിക്കുന്നുണ്ട്. അത് സെപ്പറേറ്റ് പഠിക്കുക. അത് 2 മാർക്കിനും 4 മാർക്കിനും ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. ഇതിൽ ഓരോന്നും എടുത്ത് ഓരോ മാർക്കിനും ചോദിച്ചേക്കാം. പിന്നെ അവസാനമായിട്ട് അവിടെ പഠിക്കുന്നത് നമ്മൾ ഒരു കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഏതെല്ലാം ഡയമെൻഷൻസിൽ ഇവാലുവേറ്റ് ചെയ്യണം എന്നാണ്. ഏതൊക്കെയാണ്? മെമ്പർ ഡയമെൻഷൻ, എൻ്റർപ്രൈസസ് ഡയമെൻഷൻ, അതേപോലെ എത്തിക്കൽ ഡയമെൻഷൻ. അങ്ങനെ 3ആയിട്ട്. അപ്പോൾ അവിടെയും അങ്ങനെ തിരിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ എളുപ്പമായിരിക്കും. ഈ 3ആമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേരളയാണ്. അത് ഇച്ചിരി നല്ല ഒരു ലെങ്തി വീഡിയോ ആയിട്ട് നമ്മൾ ആ ഒരു മൊഡ്യൂൾ മാത്രമായി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോ കയറി പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പിട്ടൊന്ന് കണ്ടിട്ട് പോകാൻ ശ്രമിക്കുക. അത് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് അത് നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, താലൂക്ക് ലെവൽ. നമ്മുടെ സിലബസിനകത്തുള്ളത് സ്റ്റേറ്റ് ലെവലും ഡിസ്ട്രിക്ട് ലെവലും താലൂക്ക് ലെവലും ആണുള്ളത്. അതിനകത്ത് സ്റ്റേറ്റ് ലെവലിൽ എങ്ങനെയാണെന്ന് വളരെ വൃത്തിയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേറ്റ് ലെവൽ പഠിച്ച് വെച്ചിട്ട് അതേപോലെ ഡിസ്ട്രിക്ട് ലെവലും താലൂക്ക് ലെവലും എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഈ സ്റ്റേറ്റ് ലെവലിൽ തന്നെ അത് 2 വിങ്ങുകളാണ്. അത് ജനറൽ വിങ്ങും ഓഡിറ്റ് വിങ്ങും ഉണ്ട്. ഈ ജനറൽ വിങ്ങിൽ എത്ര ആൾക്കാരുണ്ട്, ഓഡിറ്റ് വിങ്ങിൽ എത്ര ആൾക്കാരുണ്ട്, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്.
അത്രയേ ഉള്ളൂ. പക്ഷേ അവിടുന്ന് വരാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ആ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദ്യം വന്നേക്കാം. ഇനി നാലാമത്തെ മൊഡ്യൂളാണ്. നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ്. അത് 1 മാർക്കിന്, 2 മാർക്കിന്, 4 മാർക്കിനും 15 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ് ആ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അവിടെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്താണ്, കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്താണ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെയും കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെയും നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്താണ്, ഇതെല്ലാം ചോദിക്കാം. അതേപോലെ അവിടുന്ന് NCUI, NCCT, അതേപോലെ SCUI. NCUI എന്ന് വെച്ചാൽ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, NCCT എന്ന് വെച്ചാൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്, അതേപോലെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഇത്രയും കാര്യങ്ങൾ അവിടുന്ന് ചോദിച്ചേക്കാം കേട്ടോ. പിന്നെ 5ാമത്തെ മൊഡ്യൂളാണ്. 5ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ സാധാരണ പഠിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമാണ് എന്ന് പറയുന്നത് നബാർഡൊക്കെയാണ്. നബാർഡ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നബാർഡ്, നാഫെഡ്, മാർക്കറ്റ് ഫെഡ്, പിന്നെ ഹൗസിംഗ് സൊസൈറ്റികളെല്ലാം ഏതൊക്കെ, നാഷണൽ ഹൗസിംഗ് ബാങ്കുകൾ, സ്റ്റേറ്റ് ഹൗസിംഗ് ബാങ്ക്, അങ്ങനെ തുടങ്ങുന്ന എല്ലാം. പിന്നെ NCDC, അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കുറച്ച് കേട്ടോ. അപ്പം അവിടെ പഠിക്കേണ്ടത് NDDB ഒന്ന് പഠിക്കണം. NDDB, നബാർഡ്, നാഫെഡ്, ക്രിഫ്കോ, ഇഫ്കോ. ഇത് ക്രിഫ്കോയും ഇഫ്കോയും പഠിക്കുമ്പോൾ അത് ആദ്യം ഇഫ്കോ പഠിക്കുക. അപ്പോൾ ഇഫ്കോ പോലെ തന്നെ ക്രിഫ്കോ എഴുതാൻ പാകത്തിലുള്ള പോയിൻ്റുകൾ അതിനകത്ത് നിന്ന് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ കാണുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര പാടുള്ള സംഗതിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല കേട്ടോ. ശരി, നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്ത നമ്മൾ ഈ പഠിപ്പിക്കാനും ഒക്കെ പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത സെമസ്റ്റർ തൊട്ട് നമുക്ക് കുറച്ചുകൂടി കാര്യമായിട്ട് ക്ലാസ്സുകളിട്ട് തരാവുന്നതാണ് കേട്ടോ.